പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നവ്യയും അഭിയും കൂടി പോയി മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്താണ് കൊടുക്കാത്തത് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാം, അത് ഏത് ബ്രാഞ്ച് വേണം എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഏത് ബ്രാഞ്ചാണ് തരേണ്ടതെന്ന് ആലോചിക്കട്ടെ. പിന്നെ ഏത് ബ്രാഞ്ച് തന്നാലും ആ ബ്രാഞ്ചിൻ്റെ സൽപ്പേര് നീയായിട്ട് കളഞ്ഞു കുളിച്ചേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ്റെ അടുത്ത് മുത്തശ്ശി ഇരിപ്പുണ്ട്. മുത്തശ്ശിയുടെ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കുന്നൊന്നുമില്ല, നവ്യ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ കാണിക്കുന്നത് ജലജയാണ്. ജലജ നവ്യയോട് പറയാണ്, നീ എങ്കിലും നയനെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ട് ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കി, എങ്കിലേ സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നവ്യനെ എപ്പോഴും ഇളക്കി വിടാൻ നോക്കുന്നുണ്ട് ജലജ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി അനിയോടാണോ ആദർശനോടോ ആണോ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല, മോളെപ്പറ്റി ചോദിക്കുന്നത്, ചന്തുമോളെപ്പറ്റിയാണ് ചോദിക്കുന്നത്. അവൻ എന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ചന്തുമോളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ്. പിന്നീട് ആദർശിനെയും നയനെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരോട് പുറത്ത് പോകുമ്പം അവിടെ വെച്ച് കനകയെ കാണുന്നുണ്ട്. കനകയുടെ അടുത്തോട്ട് ആദർശ് വരുന്നതേ കനകയുടെ മുഖമൊക്കെ അങ്ങ് മാറുവാട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ ഭാഗത്തെ ന്യായം എന്താണ് എന്ന് നിങ്ങളോടൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ എന്ന്. ആ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് അറിയത്തില്ല, കനകയോട് അങ്ങ് തുറന്നു പറയണം. അത് കനകയ്ക്ക് അഭിയാണെങ്കിലും ആദർശാണെങ്കിലും മരുമോനാണ്. തല്ലിപ്പൊളിയായ അഭി തെറ്റ് ചെയ്തു എന്ന് അറിയുന്നതാണോ, നല്ല മരുമോനായിട്ട് ഇത്രയോ കാലം അവരുടെ എല്ലാ കാര്യവും നോക്കി കൂടെ നടന്ന ആദർശ് തെറ്റ് ചെയ്തു എന്ന് അറിയുന്നതാണോ അവർക്ക് കൂടുതൽ വേദന? അത് ആദർശ് തന്നെയാണ്. അപ്പോൾ അത് തുറന്നു പറയുന്നതല്ലേ ശരി. ഏതായാലും അവരുടെ കൂടെ ചന്തുമോളും ഉണ്ടായിരുന്നു വണ്ടിയിൽ. ചന്തുമോളെ കാണിക്കുന്നുണ്ട് കനകയെ. അന്നേരം കനകയുടെ മുഖത്ത് ഇത്തിരി ദേഷ്യമാണ്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.